അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാർ അൽ മുഹൈമിനുൽ ഗഫാർ ഗാഫിലി ദംബ് വഖാബിലി തൗബ് ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضل له വമൻ യുضلل ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظين സമാദരണീയനായ അധ്യക്ഷൻ, ഇസ്ലാഹി സെന്ററിൻ്റെ പ്രസിഡന്റ് അബ്ദുസ്സമദ് സാഹിബ്, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ശക്തവും ആഴത്തിൽ ഹൃദയങ്ങളെ ഏറെ സ്വാധീനിക്കുന്നതുമായ രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അനുവദിക്കപ്പെട്ട ഏതാനും സമയം നിർദ്ദേശിക്കപ്പെട്ട വിഷയത്തിൻ്റെ പരിധികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നു വന്ന ഏകദേശം 160ഓളം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായി പങ്കെടുത്ത ദഅവ വർക്ക്ഷോപ്പ് അൽഹംദുലില്ലാഹ്
ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് അതിന് ഇന്ന് സമാപനം കുറിച്ചത്. ഇസ്ലാമിക പ്രമാണങ്ങളെ കൃത്യമായി അടുത്തറിഞ്ഞ് ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന, പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരാകുന്ന ആളുകളെയും ആൾക്കൂട്ടങ്ങളെയും ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനുള്ള അത്യുന്നതമായ ആദർശം, നമുക്ക് ഈ ലോകത്തുള്ള ഓരോ കുടിലുകളുടെ അകത്തേക്കും എത്തിക്കാനുള്ള അതിസുന്ദരമായ ആദർശം, നമുക്ക് ഈ ലോകത്തുള്ള ഓരോ കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള അതിസുന്ദരമായ ആദർശം, ആ ആദർശത്തിൻ്റെ പ്രബോധന പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങാൻ നാം സന്നദ്ധരാണെങ്കിൽ, നമ്മളെ കാത്ത്, നമ്മളെ പ്രതീക്ഷിച്ച്, നമ്മുടെ സംസാരങ്ങളെ പ്രതീക്ഷിച്ച്, നമ്മുടെ സാന്നിധ്യങ്ങളെ ആഗ്രഹിച്ച് കൊതിച്ച് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷോപലക്ഷങ്ങൾ അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറകൾക്കകത്ത് വേദനയോടുകൂടെ കടിഞ്ഞുകൂടുന്നു എന്ന് തിരിച്ചറിയുന്നവരാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശത്തിൻ്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നതിൽ, ആദർശ വിരോധത്തിൻ്റെ കേന്ദ്രങ്ങൾക്ക് എത്ര കരുത്തുണ്ടെങ്കിലും, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൻ്റെ എതിർപക്ഷത്തെത്ര സമ്പത്തുണ്ടെങ്കിലും, നാം പ്രതിനിധാനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ആദർശത്തിൻ്റെ എതിരാളികൾക്കെത്ര കൊമ്പുണ്ടെങ്കിലും, അതിനെല്ലാം തകർത്ത് കളയാൻ മാത്രം കരുത്തുള്ള അതിശക്തമായ പ്രമാണങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത് എന്നത് തന്നെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും ഊന്നി നിൽക്കാനുള്ള ഏറ്റവും വലിയ വടി എന്ന ബോധം അടിസ്ഥാനപരമായി നമുക്കുണ്ടാകണമെന്നാണ് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര ശക്തമായ എതിർപ്പുകൾ കടന്നു വന്നാലും, എറിഞ്ഞുടക്കാൻ കടന്നു വരുന്നവരും തച്ചു തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നവരും എത്ര വമ്പന്മാരായിരുന്നാലും, ഇസ്ലാമിക ആദർശത്തെ ഒന്നും ചെയ്യാൻ ശത്രുവിന് സാധിക്കാതിരിക്കുന്നത് നാം മുറുകെ പിടിക്കുന്ന, നെഞ്ചിലേറ്റുന്ന, കൂടെ കൊണ്ടു നടക്കുന്ന, പ്രമാണമായി സ്വീകരിച്ച പരിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠത കൊണ്ടും മഹത്വം കൊണ്ടും തന്നെയാണ് നാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലക്ഷോപലക്ഷം കോടാനുകോടി ഗ്രന്ഥങ്ങളുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാധാരണക്കാരും നിസ്സാരക്കാരുമായ ആളുകളല്ല ലോകത്തെഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളുടെയും കർത്താക്കൾ എന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ താളുകളിൽ എക്കാലഘട്ടത്തിലും ഓർക്കപ്പെടാൻ മാത്രമുള്ള സംഭാവനകൾ മനുഷ്യ സമൂഹത്തിന് സമർപ്പിച്ചുവെന്ന് രേഖപ്പെടുത്തപ്പെട്ട മഹാരഥന്മാർ, അവരുടെ ബുദ്ധിയുടെ, വിവരത്തിന്റെ, വിജ്ഞാനത്തിന്റെ, അന്വേഷണത്തിന്റെ എല്ലാം അക്ഷരങ്ങളാക്കി സ്വരുക്കൂട്ടി അവർ ഗ്രന്ഥങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഈടുത്തതും കനപ്പെട്ടതുമായി അനേകം ഗ്രന്ഥ സമാഹാരങ്ങൾ നാം ജീവിക്കുന്ന ലോകത്തുണ്ട്.
ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങളിൽ നിന്ന്, കോടാനുകോടി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥത്തിന് മാത്രമായി പറയാനുള്ള സവിശേഷത എന്താണെന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകന്മാരെ നാം തിരിച്ചറിയണം.